നമസ്തേ. ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകോകിലം വന്ദേ വാത്മീകോകിലം. സ്വാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു യതി സ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോപസാരം നവകമലദള സ്പർധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാ മുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധജ മുരുജടാമണ്ഡലം രാമചന്ദ്രം. നീലാംബുധശ്യാമളകോമളാംഗം സീതാസമാരൂപിതവാമഭാഗം പാണൗ മഹാസായക ചാരുജാപം നമാമി രാമം രഘുവംശനാദം. നമാമി രാമം രഘുവംശനാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ
ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താൻ വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദനെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാകാനനെ യഥാ കാനനെ ദിഗംബരൻ. വാരിയോത്ഭവമുഖവാരിജവാസേവാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാദശലക്ഷണം മേന്മേൽ മംഗലശീലേ, വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ, വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. ഹരി ഓം. ഇന്ന് രാമായണാമൃതം 27-ാം ദിവസമാണ്. നമ്മൾ രാമായണം വായിക്കുമ്പോൾ രാമായണം എന്നത് കഥാരൂപത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്നതിലുപരി അതിലിറങ്ങിയിരിക്കുന്ന തത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു കഥാരൂപത്തിൽ, അതായത് വളരെ വളരെ പണ്ട് ഋഷിമാർ വേദങ്ങൾ ഒക്കെ നമുക്ക് വേണ്ടി തന്നപ്പോൾ, സമാജത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി വേദങ്ങൾ ചമച്ചപ്പോൾ, ആ വേദങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സന്ദർഭത്തിൽ അത് വളരെ ലളിതമായി കഥാരൂപത്തിൽ ശ്രീ രാമായണവും ശ്രീ ഭഗവത്ഗീത അതുപോലെ മഹാഭാരതം എന്ന കഥാരൂപത്തിലും ഒക്കെ നമുക്ക് മുൻപിൽ തന്നിട്ടുണ്ട്. അതാണ് കഥാരൂപത്തിലുള്ള ഈ ഇതിഹാസങ്ങളിലെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് മാനവ കുലം ജീവിക്കണം എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് അവരൊക്കെ ഉദ്ദേശിച്ചത്. അതാണ് നമ്മളിതിനകത്തെ മൂല്യങ്ങൾ മനസ്സിലാക്കി, കഥ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കഥയിലുള്ള ആ മൂല്യങ്ങൾ വളരെ മർമ്മപ്രധാനങ്ങളായ വളരെയധികം മൂല്യങ്ങളുണ്ട് ഈ ഓരോ ഖണ്ഡങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഈ യുദ്ധകാന്ഡമായ അവസാനത്തെ ഖണ്ഡമാണ്. ഇനിയും ഏകദേശം 5 ദിവസം കഴിയുമ്പോൾ രാമായണ പാരായണത്തിൻ്റെ സമാപനമാകും. അപ്പോൾ എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആദികായ വധമാണ്. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു. മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം
ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞിതു തൃശിരസ്സുമുന്നതനായോർ അതികായ വീരനും ദേവാന്തകനും മരാന്തകനും മുഹൂരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ട് ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്ത് കാരണം ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായച്ചിടിനാൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കെന്ന് ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെന്ന് എല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളം കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്ക പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെൻവരും ഓർക്കു പുറപ്പെട്ടു ചെന്നത് കണ്ടളവു കോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പടവൻ കടൽ പോലെ പരന്നത് കണ്ട് അളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചൊല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലും നിരാശുകവിവന്മാരെയും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതോ പലതാജ്വലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പല അന്തികെ നൃത്തമാടിത്തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചത് കണ്ടതിരൂക്ഷതയോടുമടുത്താൻ മരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗത്താൽ അടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയ മപുരത്തിനാക്കിനാൻ ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേരി മഹോദര വീരം തേരിലേറി ത്രിശിരസും മണഞ്ഞിതു മൂവരോടും പൊരുതീടിനാനങ്കകൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിരു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാം തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വനം നേരം കൊന്നുകളഞ്ഞ നൃഷഭൻ മഹാബലൻ മത്തനും മരിച്ചാർ കവിസത്തനന്മാരോട് എതിർത്തതിസത്വരം വിശ്വൈക വീരൻ അതികായനം നേരം അശ്വങ്ങളായിരം കൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച് അസ്ത്രജ്ഞനത്യർത്ഥമുദ്ധരിത്തനായി യുദ്ധത്തിനായി ചെറുഞാണയൊലിയും ഞാണൊലിയുമെന്നിട്ട് നക്തഞ്ചര ശ്രേഷ്ഠപുത്രനും അടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാങ്ങുവാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാം സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യംഗുഖങ്ങളായി വീണുപോം
ചിന്തമുഴുത്തേറുമാവതല്ലാഞ്ഞേറ്റു അന്ധനായി സൗമിത്ര നിൽക്കുന്നത് നേരം മാരുതദേവനും മാനുഷനായി വന്ന സോദരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ, പണ്ടു വിരഞ്ജൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതുകൊണ്ടിവനേൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രവൈരിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത്, ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജം തൻ പദമുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു, പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു. തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗ പതിച്ചോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു. കപികുലം രാമാന്തികെ വെച്ചു കൈതൊഴുതീടിനാനാ. രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ. ഹാ വിധിയെന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ലതു ശങ്കര ദൈവമേ. യുദ്ധം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയിന്തൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനനെയും പുണർന്നെന്നെ സുഖമായി ജയിച്ചു വരിക നീ. വമ്പനാം പുത്രൻ കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിയെത്തും നികുംഭില പുക്കിതും സംഭാരജാലവും സമ്പാദ്യസാദരം സംഭാവ്യ ഹോമമാരംഭിച്ചതന്നേരം രക്തമാല്യംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടഞ്ജലിപ്പിച്ച് അഗ്നിദേവനെ തനിക്ക് ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത. ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസപ്താദി വരുത്തിപ്പുറപ്പെട്ടു രാമാദികളോടു പോരിനായ ശരൻ. പോർക്കളം ഒരു നേരം കവികളും രാക്ഷസരെ ചെറുത്താത്തടുത്തേടിനാൻ. മേഘജാലം വരിശിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനവര വീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൻ. വാരണവാജിപദാദി രഥികളും മന്ദകൻ തമ്പുരയിൽ ചെന്നു പുക്കവർക്കന്തം വരുന്നത് കണ്ട് രാവടി സന്താപമോട് അന്തർധാനവും ചെയ്തു സന്തതം പോകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാമാർക്കടന്മാരുടെ മെയ്യിൽ 150, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതരക്കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാൻ. 50 ബാണം വിപതനുമേറ്റു പുനരമ്പത് മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചതിവണ്ണമേറ്റു ഗന്ധമാതൻ മെയ്യിലും.
ഈരൊമ്പതേറ്റു നീലനും 30 ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും 6 പനസനു 7 വിനീതനിമാനീരാറു സുചേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറു 9 കൂടെ വന്നേറ്റിരു 10 ശതബലിക്കൊമ്പതോ ധുരൂമ്രനും 10 8 പ്രാമാധിക്കുമേറ്റു 10 പുനർ 25 ശക്തിയേറും വേഗദർശി ദർശിക്കതുപോലെ 40 കൊണ്ട് രതിമുഖം മയ്യിലും 42 ഗവാക്ഷരമേറ്റിതു 3 ഗവയനും 5 സരഭനും 3 ഒരു 4 മുറ്റേറ്റു സുമുഖനും ദുർമുഖനേറ്റ 24 സമ്മാനമായി 65 താരനും ജ്യോതിർമുഖമാനും 60 ഏറ്റു പുനരാതങ്കമോട് 50 അഗ്നിവദനനും അംഗന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കവികുലനായകന്മാരാറ് 67 കോടിയും വീണിതു ഭൂതലേ മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്ദനം ആവതല്ലേതുമിതിന്നു നമുക്കെന്നു ദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയും എഴുതി വീഴ്ത്തിനാൻ മേഘനാഥൻ മഹാവീരവൃതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായി ഇത് ലോകവും കൗണാപാദീശ്വര ഈശജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരും നീടിനാൻ ലേഖസമൂഹവും മാഴി ഗതാശയ്യ ഔഷധാഹരണ യാത്ര കൈകസി നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിരാപത്തു ഞാനെന്ന കോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി ഭംഗി നീടിനാൻ കൊല്ലിയും മിന്നിക്കിടക്കുന്നതിന് പ്രാണനുള്ളവനാരെന്നറിയണമോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനീയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ അവരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ട് മോമിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നിന്നീടി നടന്നീടിനാൻ പിന്നെയും പാധോജ സംഭവ നന്ദനൻ ജാമ്പവാനം താതന നിഗ്രഹം കൊണ്ട് മോഹം തീർന്ന് കണ്ണുമിഴിപ്പാനൊരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായില്ലെങ്കിൽ നീ എന്നറിഞ്ഞീതീരോ കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നത് സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചത് ആശാരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥ അസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരു ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആപതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചു ദാശു വിഭീഷണോടെന്തടോ വാഗാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ര സുഗ്രീവാങ്കാദികളെ കളാമേ അവരെ പരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ ചോദിച്ചതെന്ത് അവനെ കുറിച്ച് ഏറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരും ഇല്ലൊക്കെ മരിച്ചതിനൊക്കുമേ
സാരസ സംഭവപുത്രവാക്യം കേട്ട് മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശ്രേഷവും ചെയ്തുവാൻ ഭവാൻ കൂടത്തലയിൽ മുകർന്നു തുടങ്ങിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. നീയേ പോക വേണം നീ ഹിമവാനെയും കടന്നാകുല മറ്റ് കൈലാസ ശൈലത്തോളം കൈലാസ സന്നിധിയില് ഋഷഭാതിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിയണി. 4 ദിവ്യൗഷധങ്ങൾ അവറ്റിനു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണിയെന്നടോ, പിമ്പു സന്താനകരണി, 3ാമതും നല്ല സുവർണകരണി, 4ാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീ സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണുന്നവയും 2നും മധ്യേ മരുന്നുകൾ നീയതും. 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ട് 4നും ദേവസ്വരൂപങ്ങളെന്നും അറിയ നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുധൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുത് മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസനും വിളയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തലോളം നേറിയിടിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നിഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ചമണ്ഡവും ശങ്കര ശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുകയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഹരേ രാമം. കാലമേരിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനിങ്ങ് അങ്ങു മാരുതവേഗേന പോയതറിഞ്ഞോരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്ന് ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നരുളുന്ന അന്തർഗൃഹത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർക്കോദയം ആർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ. അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങനെ എഴുന്നെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖതിപീഡിതനാകിയ രാവണനക്കാലമേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊല്ലുവാൻ എത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിരിയൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്ത മമാത്ഭജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചതാ ഇത് ആത്മജൻ ഇന്ന് ജീവിച്ചിരിപ്പോ കൊള്ളുവാൻ. മാരുതൻ നന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്ന് വിഘ്നം വരുത്തേണം അതിനു നിന്നോട് പായവും ചൊല്ലാം അതിനെന്നടോ. താപസനായും ചെന്നു മാർഗമധ്യേ പൊക്കോ പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം നല്ല കണക്കിലും നീ വരുത്തിയിടേണം. താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമദേവജ്ഞ സർവജ്ഞ ലങ്കേശ്വര
നാമമാമെന്നോട് വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചോ മരിപ്പതിനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല ഭൃഗ്മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടുള്ള ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ട് പിന്നെ ഒരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്താ ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമന് കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷം പൂണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യക്ഷ ശുദ്ധായ ശുദ്ധതയോട് കുളിച്ചന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടനാത്മനെ കണ്ട് കണ്ടാത്മനാമാത്മനാ സ്വാൻമോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവരജംഗമാജാതികളായുള്ള ദേവതിര്യൻ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദികളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായ എന്നും പറഞ്ഞിരുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥ സ്വർഗസ്ഥിതി വിനാശനങ്ങൾക്കു കാരണം ലോഹിത ശ്വേതകൃഷ്ണാദിമായങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളോടെടോ. തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവോ ആകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്ത തൻ്റെ വശത്താക്കി നേരെ നിരന്തരം പീഡിച്ചുകൊള്ളും. ശുദ്ധാനാത്മാപരനേകനോടവളതു ഓടവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിത് തന്നുടെ ആത്മാവിനെന്നെ താൻ മറക്കുന്നിതന്വഹം മായാഗുണ വിമോഹത്തിനാൽ. ബോധസ്വരൂപനായോരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സൃഷ്ടമായി സ്വതാം വേണുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശോ. വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചുമായ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി ആദ്യ പ്രഭോ പ്രഭൃതി വിമുക്തനാമാത്മാവ് ഇതി ജ്ഞാത്വാ നിരസ്താശയ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരുമെന്ന ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനെങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽ പത്മകർണികാമധ്യേ സുവർണ പീഠോൽപല രത്നഗണാഞ്ജിരേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനമൈരാവത തുല്യപീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാം അങ്കുലിയോരു രത്നാഞ്ജിത കണ്ഡല കുണ്ടലനൂപുരാചാരുകടകടി സൂത്രകൗസ്തുഭകാര സമാല്യം അവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാപരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പദം സർവവന്ദ്യം
ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനാധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിത്രം രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു? ജന്മജന്മാന്തരത്തിങ്കലുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞ് അതിഭക്ത സംയുക്തനായി ശ്രീരാമനെ ദേവനെ തന്നെ ഭജിക്ക നീവേവം. ദേവം പരിപൂർണമേകം സദാ പ്രതിഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാന്തിതം വിഹീനം പുരാണം ശിവം. രാമ രാമവേവം ഭജിച്ചേരു നീ സന്തതം. രാക്ഷസേന്ദ്രം കാലനേമി പറഞ്ഞോരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിന്നൊരും വെട്ടു ചൊല്ലിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമടോ. കാലനേമിക്ഷണാചാരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിം ഫലം. നിന്നുടെ ശാസനം ഞാനിഷ്ട ആനനുഷ്ഠിപ്പന് അതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേദൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തക്ഷണേ. കാണായിരാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും. ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെ ഒരാശ്രമം എന്ത് മൂലം കണ്ടിട്ടുമില്ല ഞാൻ. മാർഗ വിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രവമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്ത് കാണാം. മഹൌഷധം നിൽക്കുന്ന അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൻ യുദ്ധം നിരൂപിച്ച യോജനായതം വിസ്താരമാണ്ഡമായ ശ്രമമശ്രമം രംഭാപന സഖ ഖർജൂരകേരാമ്രാതി സമ്പൂർണമത്യഞ്ച തോയാവാപീയുതം കാലനേമീത്രിയാം ആചരണം തത്ര ശാലയിൽ ഋത്വിക്ക് സദസ്യാദികളോടും ഇന്ദ്രയോഗം ദൃഢമാനുഷ്ഠിച്ച് ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വേണു നമസ്കാരവും ചെയ്തുടന്തകൾ പ്രാണ തനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാദോദം ഇന്നു പോകുന്നു തപോനിധേ ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു ദാഹം പറഞ്ഞു കണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലം എന്നരുൾ ചെയ്യണമെന്നുമേ പാർക്കരുതെന്ന് എൻ മനോഗതം മാരുതി ചെന്നത് കേട്ടു നിശാചരൻ. കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ മാമകമായ കമണ്ഡലുസ്ഥലം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം മുഖം കളഞ്ഞു കുറഞ്ഞ് ഒന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി
ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദിശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ വാനരന്മാരും സുമിത്രാതനയനും നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിന് ഒരുമിച്ചു നിന്നിടിനാൻ. യുദ്ധമാകർണ്യ ചെന്നാൻ കവിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരമ്പരുതുമേ ദാഹമത് കൊണ്ടുപോരാ കമണ്ടൊരു സംസ്ഥിതാജലം കായുകനയനേവം ചെന്ന നേരത്ത് മായാവിരചിതനായ വടിവിനെ തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കുന്നു. ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്ര നിമീലനം ചെയ്തു പാനീയവും പീത്വാം മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ എന്നത് കേട്ടു. വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടിവിനോടും മുതാ കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കൊടുപ്പാൻ തുടങ്ങും. ദശാന്തരേ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാൻ ഉരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കവീന്ദ്രനും. കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വസ്ത്രം പിളർന്നു കണ്ടു ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ട് പോയൊരു ദേഹിയും മിന്നൽ പോലെ തപ്യത്ഭുതം ദിവ്യമാന ദേശേ കണ്ടതിന്നേരം ദിവ്യരൂപത്തോട് നാരീമണിയെയും ചേതോ ഹരാംഗിയം അപ്സര സ്ത്രീമണി വാതാത്മജനോട് ചെന്നാൾ. അതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവരാ. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലിതീമേ നാമം മഹാമതേ. ധന്യമാലിതീമേ നാമം മഹാമതേ. മാന്യനാം നീനെയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായവൻ ഇരുന്നവൻ താപവമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നത് താപസ ദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യ ഔഷധങ്ങളും കൊണ്ടങ്ങ് ചെന്നിനി ക്രവ്യാദവംശം അശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ. അവനോട് ചൊന്നാൻ അസുരനും വന്നിടുവാനിത്ര വൈകിയതെന്തടോ കാലം ഇനി കളയാതെ വരിക നീ. മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ ദക്ഷിണ എന്തെന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം ദക്ഷോ പ്രഭരോ തങ്കമാകെ കവിവരൻ ഒന്നടിച്ചാനത് കൊണ്ടാനവനും തഥാ ചെന്നു പൊക്കേടിനാൻ ധർമ്മരാജാലയം. ഹരേ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ. ഔഷധാവാസാമൃഷഭാദ്രിയും കണ്ട് ഇതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതേ. ക്ഷമിക്കണം, ഒരു കോള് വന്നതാണ്.
ഏണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോട് രാഘവൻ മുമ്പിൽ വെച്ചിണ്ടിൽ തീർത്തിയിടിനാൻ വമ്പടയ്ക്കൽ നേരം കൊണ്ടൽ നേർവണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷം അകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നയിരുന്ന വണ്ണം തന്നെയാക്കണമെന്ന് തന്നെ ശൈലവില്ലൊരു സംശയം. അല്ലാഹിലെങ്ങനെ രാത്രീഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്ത് ഉയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ട് പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിട്ട് നിധിയിലിട്ടിരിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഓം സർവേ സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീ മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഹരി ഓം.